യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ലൈംഗിക പീഡനം അതുപോലെ തന്നെ നിർബന്ധിത ഗർഭചിത്ര ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച കോളിളക്കം ചെറുതൊന്നുമല്ല. ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിക്കേണ്ടിയിരുന്ന നൈതികതയുടെയും അതുപോലെ ധാർമ്മികതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും ഉണ്ടാകേണ്ടതുമില്ല. എന്നാൽ ഒരു യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗമായ IPC 376 അതുപോലെ നിർബന്ധിത ഗർഭചിത്രം അതിനുള്ള വകുപ്പായ IPC 313 ഭീഷണിപ്പെടുത്തലിന് വേണ്ടിയിട്ടുള്ള നിയമമായ IPC 506 തുടങ്ങിയ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം അദ്ദേഹം നിയമക്കുരുക്കിലാക്കിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിഷയത്തിന്റെ നിയമപരവും അതുപോലെ രാഷ്ട്രീയപരമായ മുഴുവൻ മാനങ്ങളും വിശകലനം ചെയ്യുന്ന നിരവധി ചോദ്യങ്ങളും പൊതുസമൂഹത്തിൽ ഉയർത്താതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. നിലവിൽ ഒളിവിൽ തുടർന്നാലും അല്ലെങ്കിൽ ഒളിവിലാണെങ്കിലും അറസ്റ്റ് ഒഴിവാക്കാൻ കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കങ്ങളും അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ആരംഭിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇവിടെ ബലാത്സംഗം അതുപോലെ തന്നെ നിർബന്ധിത ഗർഭചിത്രം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുക എന്നുള്ളത് കടുത്ത നിയമപരമായ വെല്ലുവിളിയാകുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ വിരമിച്ച DGPയും അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥിയുമായ R ശ്രീലേഖ IPS ഈ വിഷയത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ ഏറെ ശ്രദ്ധേയമായി കൂടി എടുത്തു പറയേണ്ടതാണ്. അവർ ഫേസ്ബുക്കിലൂടെയും മറ്റും ഉന്നയിച്ച ഈ വാക്കുകൾ കേസിന്റെ രാഷ്ട്രീയ മാനം തന്നെ വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. ഇവിടെ അവർ പറയുന്ന ചില വാക്കുകൾ അതൊരു പക്ഷേ കടുത്തതായിരുന്നാൽ പോലും അത് മാനിക്കേണ്ടത് കൂടിയാണ്. എന്തിനാണ് യുവതി ഇത്രനാൾ പരാതി നൽകാതിരുന്നത്? അവർ ചോദിക്കുന്ന ആദ്യ ചോദ്യമാണ്. ഇപ്പോൾ എന്തിനാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്? പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനാണോ? ശബരിമല കൊള്ളയിൽ വമ്പന്മാരെ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ? എന്നാലുമുള്ള ഈ പറഞ്ഞ എന്നെല്ലാമുള്ള ശ്രീലേഖയുടെ ചോദ്യങ്ങൾ പരാതിയിലെ കാലതാമസത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ സാധ്യതകളെയും സംബന്ധിച്ചുള്ള സംശയങ്ങളും പ്രതിഫലിപ്പിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള യുവതി എട്ടും പൊട്ടും തിരിയാത്തൊരു സാധാരണ വ്യക്തിയല്ല എന്നുള്ളത് നാം ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. നാം ഒന്ന് ആലോചിക്കേണ്ടത് കൂടിയാണ്. ഇവിടെ അവർ പൊതുരംഗത്ത് സജീവമായി ഇടപഴകുന്ന ആർജവമുള്ളൊരു മാധ്യമ പ്രവർത്തകയാണ്. സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്നവരെ എങ്ങനെ നിയമപരമായി നേരിടണമെന്നും നിലയ്ക്ക് നിർത്തണമെന്നും പൊതുസമൂഹത്തോട് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നവർ അല്ലെങ്കിൽ കൊടുക്കുന്നവരിൽ ഒരാൾ അവർ എന്നിരിക്കെ പരാതിയിൽ പറയുന്നതിൽ പോലുള്ള ഗുരുതരമായ കടന്നാക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും എന്തുകൊണ്ട് അപ്പോൾ തന്നെ നിയമപരമായ നടപടിക്കും അവർ മുതിർന്നില്ല എന്നുള്ളത് ഈ കേസിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ന്യായീകരിക്കപ്പെടേണ്ടതുമായ ചോദ്യങ്ങളാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നവർ ഏറ്റവും ആദ്യം എടുത്തു പറയുന്ന പ്രധാന ചോദ്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് അവർ ഈ അതിക്രമം നടന്നപ്പോൾ തന്നെ പരാതിയുമായി മുന്നോട്ട് പോയില്ല? സാധാരണക്കാരെ പോലുള്ളൊരു സ്ത്രീയല്ല അവർ. കൃത്യമായി നിയമം അറിയുന്ന അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി രംഗത്ത് വന്ന് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട മാധ്യമ പ്രവർത്തകയാണ് അവർ. എന്നിട്ടും അവർ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ന്യായീകരിക്കപ്പെടേണ്ടതായ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഗർഭിണിയായതായാലും അല്ലെങ്കിൽ എതിർപ്പുണ്ടായിട്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചതായാലും ഈ അതിക്രമങ്ങൾ നടന്ന ഉടനെ ഒരു നിയമപരമായ നടപടിക്ക് യുവതി മുതിരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഗർഭചിത്രം പോലുള്ള കടുത്ത അതിക്രമം നടന്ന ഉടനെ മറ്റൊന്നും നോക്കാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാമായിരുന്നു. എന്നാൽ ആ നിർണായക ഘട്ടത്തിൽ എങ്ങും നിയമത്തെ സമീപിക്കാതിരുന്നത് സംഭവങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്നതിനൊപ്പം തന്നെ വലിയൊരു കാലതാമസത്തിന് വഴി തുറക്കുക കൂടി ചെയ്തിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയന്നിട്ടാണ് പരാതി നൽകാതിരുന്നത് എന്ന വാദവും നിലവിലെ കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ ദുർബലം കൂടിയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സൂപ്പർ താരമായിരുന്ന ദിലീപിനെ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന സ്ത്രീകൾക്ക് നൽകുന്ന പരാതികളിൽ, സ്ത്രീകൾ നൽകുന്ന ഏത് പരാതികളിലും നടപടിയെടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും തൊപ്പി തെറിപ്പിച്ച ചരിത്രമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇത്രയും ശക്തവും സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ ഈ യുവതി അന്നേ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിമിഷം തന്നെ നിയമ നടപടി നേരിടേണ്ടി തന്നെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടേനെ. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകാൻ തയ്യാറായ യുവതി അന്നത്തെ സാഹചര്യത്തിൽ ആ വഴി സ്വീകരിക്കാതിരുന്നത് എന്തിനാണെന്ന സംശയവും ന്യായീകരിക്കപ്പെടേണ്ടതാണ്. കൂടാതെ രാഹുലിനെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചപ്പോഴും യുവതിയുടെ ശബ്ദ സംഭാഷണങ്ങളെല്ലാം ചാറ്റുമടക്കമുള്ളവ എന്ന നിലയിൽ വാർത്താ ചാനലുകൾ നിരന്തരം വാർത്തകൾ പുറത്തുവിട്ടപ്പോഴും പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ തന്നെ സർക്കാർ നിയോഗിച്ചപ്പോഴും ഈ മാധ്യമ പ്രവർത്തക പരാതി നൽകിയില്ല. എന്തിനേറെ ഒരു പ്രമുഖ വാർത്താ ചാനലിലെ അവതാരകനടക്കം നേരിട്ട് പോയി പരാതി നൽകാൻ ആവശ്യപ്പെട്ടിട്ട് പോലും അവർ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഈ കാലതാമസം തന്നെയാണ് ഇപ്പോൾ പരാതി നൽകാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം എന്തായിരിക്കുമെന്ന രാഷ്ട്രീയ ചോദ്യത്തിനും ഉത്തരമായി ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചോദ്യത്തിനും കാരണമായി മാറിയിരിക്കുന്നത്. ഭദ്രമതിയായ യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നതും ഈ വിഷയത്തെ അതീവ ഗൗരവമുള്ളതും അതുപോലെ സാംസ്കാരികമായുള്ള തലത്തിലേക്ക് ഉയർത്തുന്നത് കൂടിയാണ്. വിവാഹത്തിന് മുമ്പ് അവർക്കിടയിൽ പ്രണയമോ മറ്റെന്തെന്ന് തന്നെ സംഭവിച്ചാലും
വിവാഹശേഷം അത്തരമൊരു ബന്ധം തുടരാൻ പാടില്ലായിരുന്നു എന്ന ധാർമ്മിക നിലപാട് കേരള സമൂഹം അംഗീകരിക്കുന്ന ഒന്നുകൂടിയാണ്. ഇവിടെ അവർ തമ്മിലുള്ള ചോയ്സ് ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളായിക്കോട്ടെ, അപ്പോഴും ഇത്തരത്തിലുള്ള വിഷയം വരുമ്പോൾ അത് ചർച്ചയാവുക തന്നെ ചെയ്യും. ഇത്തരം തെറ്റായ ബന്ധങ്ങളും അതുപോലെ ചെയ്തികളും മനുഷ്യരല്ലാത്ത സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുക എന്ന ബോധവും അല്ലെങ്കിൽ പൊതുബോധം ഓർക്കുന്നത് നല്ലതുകൂടിയാണ്. ഒരു കാരണവശാലും പത്രമതിയായ സ്ത്രീകൾ മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്ന വാദങ്ങളായിരുന്നാൽ പോലും അവിടെ നാം എടുത്തു പറയേണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയും മറ്റും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് യുവതിയുടെ ഭർത്താവ് അറിഞ്ഞിരുന്നുവോ എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ യുവതി ഭർത്താവിനോട് പറഞ്ഞിരുന്നുവോ എന്നുള്ള ചോദ്യവും ഇതോടൊപ്പം ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി യുവതിയുടെ ഭർത്താവാണ് യഥാർത്ഥ ഇരയെന്ന വാദവും ചില കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നുമുണ്ട്. നിയമം ഈ വിഷയത്തിൽ യുവതിക്ക് നീതി ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ബന്ധം മൂലം തകർന്ന ഒരു കുടുംബത്തിന്റെ ധാർമ്മിക ചോദ്യങ്ങളെ സാമൂഹികമായി അഭിമുഖീകരിക്കേണ്ടത് കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിലും ശബരിമല വിവാദങ്ങൾ നിലനിൽക്കുന്നതിനൊക്കെ ഇടയിലും ഈ പരാതി ഉയർന്നു വന്നത് കേവലം യാദൃശികമല്ല എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണവും പ്രസക്തമാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കേസിനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്നും സർക്കാരിനേറ്റ മറ്റ് വീഴ്ചകളിൽ നിന്നും പൊതുശ്രദ്ധ തിരിക്കാൻ CPM ആസൂത്രണം ചെയ്ത കെണിയാണെന്ന് ആരോപിക്കുമ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ രാഷ്ട്രീയ മാനമുണ്ടെന്നുള്ളതും വ്യക്തം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ UDFിൻ്റെ തെറ്റായി മാറുക എന്ന രാഷ്ട്രീയ ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഒരു വ്യക്തിയുടെ കുറ്റകൃത്യത്തിന് ഒരു പാർട്ടിയെ മൊത്തത്തിൽ പ്രതികൂട്ടിൽ നിർത്തുകയാണെങ്കിൽ സമാനമായ കേസുകൾ ഇടതുപക്ഷ നേതാക്കൾക്ക് ഉൾപ്പെടെ അവർക്കെല്ലാം എതിരെ ഉയർന്നപ്പോൾ അവരുടെ രാജി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? എം മുകേഷ് MLA അതുപോലെ തന്നെ അവർക്കെതിരെയും AK ശശീന്ദ്രൻ MLAക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്ന ഘട്ടങ്ങളിലെല്ലാം രാജി ആവശ്യപ്പെടാൻ ഇടതുപക്ഷ നേതൃത്വം തയ്യാറായിട്ടില്ലായിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഓർത്തെടുക്കേണ്ടതുണ്ട്. അന്ന് ആ രാഷ്ട്രീയ നയം സ്വീകരിക്കേണ്ട വന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ ഇടതുപക്ഷ അണികൾക്ക് പോലും പലപ്പോഴും ഉത്തരം മുട്ടിപ്പോകുന്നത്. ഇടതുപക്ഷത്തിന്റെ പൊതുവായ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ച തീരുമാനം അന്ന് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇന്ന് അവർക്ക് ഈ വിഷയത്തിൽ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ കഴിയാത്തതും. നിലവിൽ ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ഒഴിവാക്കുന്നതിനെ ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. ബലാത്സംഗം പോലുള്ള ഗുരുതര വകുപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ വകുപ്പുകളെല്ലാം നിലനിൽക്കുന്നതിനാൽ തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുക എന്നത് അദ്ദേഹത്തിന് കടുത്ത നിയമപരമായ വെല്ലുവിളി കൂടിയാണ്. ഇവിടെ ബലാത്സംഗം അടക്കമുള്ള ഉണ്ടാകുമ്പോൾ അതിന് മുൻകൂർ ജാമ്യം ലഭിക്കുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഒരുപക്ഷെ വക്കീൽ നല്ല രീതിയിൽ വേർക്കേണ്ടി വരും. അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കേസ് കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ യുവതി നൽകിയ വാട്സപ്പ് ചാറ്റുകൾ, ശബ്ദരേഖകൾ, മെഡിക്കൽ രേഖകൾ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ കൂടി പ്രോസിക്യൂഷൻ ശക്തമായി ഉപയോഗിക്കുകയും ചെയ്യും. ഇവിടെ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നും സ്വാഭാവികമായും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും ശക്തമായി ജാമ്യത്തെ എതിർക്കാനും അതുപോലെ അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ ഇതെല്ലാം എതിർക്കാനും അതുപോലെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. ഈ വിവാദം സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ച് തികച്ചും അപമാനകരമായ കാര്യം കൂടിയാണ്. ആരാണ് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തതെന്ന് മാധ്യമ വിചാരണയിലോ അല്ലെങ്കിൽ ചാനൽ അവതാരകരുടെ ജഡ്ജി ചമയലിലോ അല്ല തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കേണ്ട ഒന്നുമല്ല ഇത്. പകരം ഇവിടെ ചെയ്യേണ്ടിരുന്നത് അത് തെളിവുകൾ പരിശോധിച്ച് കോടതിക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യം കൂടിയാണ്. കേവല രാഷ്ട്രീയ നേട്ടത്തിനും ചാനൽ റേറ്റിംഗിനുമൊക്കെ അപ്പുറം വ്യക്തിവിരോധങ്ങൾ തീർക്കാനുമൊക്കെ ഈ സംഭവത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് ആത്യന്തികമായി ഈ ശ്രമം നടത്തുന്നവർക്ക് തന്നെയാണ് തിരിച്ചടിയാവുക. ഇത്രയും കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്നും ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് പണിയാവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അഴിക്കുള്ളിലാക്കണമോ എന്നത് തെളിവുകൾ പരിശോധിച്ച് കോടതി തീരുമാനിക്കട്ടെ. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. പൊതുരംഗത്തുള്ളവർ എന്ന നിലയിൽ നൈതികതയും അതുപോലെ തന്നെ ധാർമ്മികതയുടെയും പാഠങ്ങൾ ഇരുപക്ഷവും, അതായത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ ഈ വിവാദത്തിൽ നിന്നും അവരും പഠിക്കേണ്ടതുണ്ട്, പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ നാം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവരെല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിതെല്ലാം. ഈ ചോദ്യങ്ങളെല്ലാം അവർ ചോദിക്കുന്ന പ്രധാന കാര്യം അതൊരു മാധ്യമ പ്രവർത്തകയാണ്, വിവാഹിതയായ സ്ത്രീ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടമായി ബന്ധം പുലർത്തിയത് എന്നുള്ളതാണ്. പിന്നീട് ആ ബന്ധം വഷളായപ്പോൾ അത് തമ്മിൽ സംസാരിച്ച് തീർക്കാതെ എന്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വേട്ടയാടാനായി ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മാന്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും തവണ വേട്ടയാടാനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഇട്ടുകൊടുത്ത ആ സ്ത്രീക്ക്
ഒരു തവണ പോലും ആ സ്ത്രീക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ മാന്യത മാത്രം കൊണ്ടാണെന്നാണ് രാഹുൽ ഈശ്വർ അടക്കം പറയുന്നത്. ഇവിടെ ശ്രീലേഖ IPS പറയുന്നതും അതേ രീതി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പറയാതിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും നാൾ മിണ്ടാതിരുന്നിട്ടും മാധ്യമ പ്രവർത്തകരടക്കം ശ്രമിച്ചിട്ടും, എന്തിനേറെ പറയുന്നു പ്രമുഖ IPS ഉദ്യോഗസ്ഥരടക്കം അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചിട്ടും എനിക്ക് പരാതി കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ അവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ശബരിമല വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും അതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്നുള്ളതുമാണ് പലരും ചോദിക്കുന്നത്. ഇവിടെ ആ ചോദ്യങ്ങളൊന്നും തള്ളിക്കളയാനും കഴിയില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇത്രയൊക്കെ വിവാദം ഉണ്ടാക്കിയിട്ടും ഇത്രയൊക്കെ മാധ്യമങ്ങളിൽ വിചാരണ നടത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് CPM മാത്രമല്ല ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. ഒപ്പം തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ തീക്കളിയായി മാറുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ അങ്ങനെ സ്റ്റാർ പരിവേഷത്തോടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിയാൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ അതിനെ തകർക്കാനായി അല്ലെങ്കിൽ അതിനെ എതിർക്കാനായി പോലീസ് സർവ്വപണിയും എടുക്കുന്നുണ്ടെങ്കിലും പോലീസ് ഈ പറഞ്ഞ ഹീറോ പരിവേഷത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇറങ്ങി വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഒരു തവണ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് രാഹുലിന് നൽകുന്ന ഹീറോ പരിവേഷം വളരെ വലുതായിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അത് CPM അതുപോലെ ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.